Dear students, today we are going to learn our geography first chapter, the Earth in the solar system. Chapter name the Earth in the solar system. In this lesson, we are discussing the solar system and our Earth. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് വാട്ട് ഈസ് സോളാർ സിസ്റ്റം, എന്താണ് സോളാർ സിസ്റ്റം എന്നതും ആൻഡ് ദ എർത്തിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് നോളജാണ് നമ്മൾ ഇതിലൂടെ പറയാൻ പോകുന്നത്. മൂൺ ഈസ് ദ ബ്രൈറ്റ് ഒബ്ജക്റ്റ് ഇൻ ദ നൈറ്റ് സ്കൈ. We can't see moon all days. It may appear at different times in different shape and different position. You can see the full moon only once in about a month's time. It is called full moon night or പൂർണിമ. നമ്മൾ എന്താ പറഞ്ഞത്, മൂണിനെ എല്ലാ ദിവസവും നമുക്ക് കാണാൻ കഴിയില്ല. ഈ നമ്മൾ കാണുന്നത് തന്നെ എങ്ങനെയാണ്, പല ദിവസവും പല രൂപത്തിൽ പല സ്ഥലത്താണ് ചന്ദ്രനെ നമ്മൾ കാണാറ്. ഇനി നോക്കാം, യു ക്യാൻ സീ ദ ഫുൾ മൂൺ. നമ്മൾ എപ്പോഴാണ് ഫുൾ മൂണിനെ കാണുക? ഓൺലി വൺസ് ഇൻ എബൌട്ട് എ മന്ത്സ് ടൈം. മാസത്തിൽ ഒരു തവണ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇറ്റ് ഈസ് ഫുൾ മൂൺ നൈറ്റ് ഓർ പൂർണിമ. അപ്പോൾ അതിന് പറയുന്ന പേരാണ് പൗർണമി അല്ലെങ്കിൽ ഫുൾ മൂൺ നൈറ്റ്. ആഫ്റ്റർ ഫോർത്ത് നൈറ്റ് ലേറ്റർ യു കാൺ സീ ദ മൂൺ. ഇറ്റ് ഈസ് ന്യൂ മൂൺ നൈറ്റ് ഓർ അമാവാസ്യ. അപ്പോൾ അതിനുശേഷം 14 ദിവസങ്ങൾക്ക് ശേഷം പിന്നെ എന്ത് കാണാൻ കഴിയില്ല? നമുക്ക് മൂണിനെ കാണാൻ കഴിയില്ല. ഇതിന് പറയുന്ന പേരാണ് ന്യൂ മൂൺ നൈറ്റ് ഓർ അമാവാസ്യ. അപ്പോൾ എന്താണ് ഫുൾ മൂൺ നൈറ്റ് എന്നതും എന്താണ് ന്യൂ മൂൺ നൈറ്റ് എന്നതും മനസ്സിലായില്ലേ? സെലസ്റ്റിയൽ ബോഡി, ഇനി അതെന്താണെന്നുള്ളത് നമുക്ക് പറയാം. ദ സൺ, മൂൺ, സ്റ്റാർ ആൻഡ് ഓൾ ദോസ് ഒബ്ജക്റ്റ് ഷൈനിങ് ഇൻ ദ സ്കൈ. നമ്മൾ എന്തൊക്കെ ഒബ്ജക്റ്റ് ആണോ നമ്മൾ ആകാശത്ത് കാണുന്നത്, സൺ, മൂൺ, സ്റ്റാർ ആൻഡ് ഓൾ ദോസ് ഒബ്ജക്റ്റ്, ദ ഷൈനിങ് ഒബ്ജക്റ്റ് ഇൻ ദ സ്കൈ വി കാൾഡ് സെലസ്റ്റിയൽ ബോഡി. അപ്പോൾ നമ്മൾ ഷൈനിങ് ആയിട്ട് നമ്മൾ ആകാശത്ത് കാണുന്ന എല്ലാ വസ്തുക്കളെയും നമ്മൾ പറയുന്ന പേരാണ് സെലസ്റ്റിയൽ ബോഡി. പറയാൻ പോകുന്നത് എന്താണ്, കോൺസ്റ്റലേഷൻസ്. ഇൻ ദ നൈറ്റ് സ്കൈ വി ക്യാൻ സീ സോ മെനി ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ്. ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ഫോംഡ് എ പാറ്റേൺ. ദീസ് ആർ കാൾഡ് കോൺസ്റ്റലേഷൻസ്. വൺസ് അഗൈൻ ഒന്നും കൂടി പറയാം. ഇൻ ദ നൈറ്റ് സ്കൈ വി ക്യാൻ സീ സോ മെനി ഗ്രൂപ്പ്സ് ഓഫ് സ്റ്റാർ. The group of stars formed a pattern. These are called constellation. We know some celestial bodies do not have their own heat and light. They are lit by the light of the stars. Such bodies are called planets. നമ്മൾ നെക്സ്റ്റ് പറയുന്ന ടോപ്പിക്ക് പ്ലാനറ്റ്സ് ആണ്. പ്ലാനറ്റ്സ് മീൻസ് ഗ്രഹങ്ങൾ. അപ്പം നമുക്കറിയാം സെലസ്റ്റിയൽ ബോഡീസ് പറഞ്ഞാൽ എന്താണ് പറഞ്ഞതല്ലേ? ഓക്കെ. സം സെലസ്റ്റിയൽ ബോഡീസ് ഡു നോട്ട് ഹാവ് ദെയർ ഓൺ ഹീറ്റ് ആൻഡ് ലൈറ്റ്. അപ്പോൾ ചില സെലസ്റ്റിയൽ ബോഡീസിന് സ്വന്തമായിട്ടുള്ള ഹീറ്റും ലൈറ്റും ഇല്ല. ദേ ആർ ലിറ്റ് ബൈ ദ ലൈറ്റ് ഓഫ് ദ സ്റ്റാർസ്. അപ്പോൾ അവർ മറ്റുള്ള സ്റ്റാറിൻ്റെ ലൈറ്റും ഹീറ്റും ഉപയോഗിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. സച്ച് ബോഡീസ് ആർ കാൾഡ് പ്ലാനറ്റ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഒബ്ജക്റ്റിനെ പറയുന്ന പേരാണ് പ്ലാനറ്റ്സ്. ഓക്കെ, നമ്മൾ പ്ലാനറ്റ് എന്താണെന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് അതിനെപ്പറ്റി തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദർ ആർ 8 planets ഇൻ അവർ സോളാർ സിസ്റ്റം. ഇൻ ഓർഡർ ടു ദെയർ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ ദേ ആർ മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. എത്ര ഗ്രഹങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്? 8 ഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അവരുടെ പേരാണ് നമ്മൾ പറയുന്നത്. അതിൽ സെൻട്രലിലുള്ളതാണ് സണ്ണ്. അപ്പോൾ സണ്ണിൽ നിന്നുള്ള അകലത്തിനനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്നുകൂടി പറയാം. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. Mercury is the smallest planet in the solar system. As Mercury is nearest to the sun, it is extremely hot during the day and extremely cold during the night. അപ്പോൾ മെർക്കുറി സൂര്യനിൽ നിന്ന് ഏറ്റവും അടുത്ത പ്ലാനറ്റാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ചൂടാണ്. എങ്ങനെ? ഡ്യൂറിങ് ദ ഡേ ടൈം, പകലും. എക്സ്ട്രീംലി കോൾഡ് ഡ്യൂറിങ് ദ നൈറ്റ്, രാത്രിയായാൽ വളരെയധികം തണുപ്പമുള്ള ഒരു പ്ലാനറ്റാണ് മെർക്കുറി. The second planet, Venus, is the hottest and brightest of all planets as it can be seen in the morning and evening. It is called as the morning star or evening star. അടുത്തത് പ്ലാനറ്റിൻ്റെ പേര് വീനസ്. നമ്മൾ ശുക്രൻ എന്ന് പറയും. ഇനി ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ഉദയനക്ഷത്രം. അതുപോലെ തന്നെ ഈവനിങ്, സന്ധ്യ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ നക്ഷത്രത്തിനെ കാണാൻ കഴിയും.
ഇതെങ്ങനെയാണ്? വളരെ ഹോട്ടസ്റ്റ്, ചൂടുള്ളതും വളരെ തിളക്കവുമുള്ളതായിട്ടുള്ള ഒരു പ്ലാനറ്റാണ്. The third planet in the solar system is our planet Earth. Its shape is described as a geoid. Geoid means an Earth-like shape. ഇപ്പം 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ഭൂമിയാണ്. ഭൂമിയുടെ ഷേപ്പ് എങ്ങനെയാണ്? ജിയോയിഡ് ഷേപ്പാണ്. Nearly 70% of the Earth surface is covered with water, due to which the Earth is also called blue planet. 70% ഭൂമിയിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയെ നമുക്ക് എന്ത് പറയാം? ഒരു ബ്ലൂ പ്ലാനറ്റ് ആണെന്ന് പറയാം. ഇറ്റ് ഈസ് ദ ഓൺലി പ്ലാനറ്റ് ഓൺ വിച്ച് ലൈഫ് ഈസ് നോൺ ടു എക്സിറ്റ്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ബ്ലൂ പ്ലാനറ്റ്. അപ്പം ജീവൻ നിലനിൽക്കുന്ന ഒരു ഗ്രഹവും വെള്ളം ഏറ്റവും കൂടുതലുള്ള ഒരു ഗ്രഹവും ഏതാണ്? നമ്മുടെ ഭൂമി തന്നെയാണ്. ദ ഫോർത്ത് പ്ലാനറ്റ് ഈസ് മാർസ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ദ റെഡ് പ്ലാനറ്റ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് റെഡ് സോയിൽ ആൻഡ് റോക്സ്. അപ്പോൾ നെക്സ്റ്റ് ഉള്ളത് പ്ലാനറ്റിൻ്റെ പേരാണ് മാർസ്. മാർസ് പ്ലാനറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് റെഡ് പ്ലാനറ്റ്. അങ്ങനെ പേര് വരാൻ കാരണം എന്താണ്? മാർസ് പ്ലാനറ്റിൽ റെഡ് സോയിൽ, ചുവന്ന മണ്ണും അതുപോലെ റെഡ് റോക്സും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. ദ ഫിഫ്ത്ത് ആൻഡ് ദ ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം ഈസ് ജൂപ്പിറ്റർ. ഇറ്റ് ഈസ് സോ ലാർജ് that it can occupy nearly 1,300 earths inside it. അപ്പം ഏറ്റവും വലുപ്പമുള്ള പ്ലാനറ്റാണ് ഇത് ജൂപ്പിറ്റർ. ഭൂമിയെ പോലെ 1300 എർത്തിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഗ്രഹമാണ് ഇത് ജൂപ്പിറ്റർ. അപ്പോൾ തന്നെ മനസ്സിലാവും എത്രയാണ് ജൂപ്പിറ്ററിൻ്റെ സൈസ് എന്നുള്ളത്. ദ സിക്സ്ത് പ്ലാനറ്റ് ഈസ് സാറ്റേൺ. ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. It is yellowish in color. It has beautiful rings around it that are made up of ice and dust. അപ്പം നെക്സ്റ്റ് അടുത്തത് നമ്മുടെ ഉള്ള പ്ലാനറ്റ് ഏതാണ്? സാറ്റേൺ ആണ്. ഇതെങ്ങനെയാണ്? സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ്. പിന്നെ എന്താ പറയുന്നത്? അതിന് നമ്മൾ യെല്ലോ കളറാണ് കാണപ്പെടുന്നത്. അതിന് ചുറ്റും എന്തുണ്ട്? ഒരു വലയമുണ്ട്. അത് ഐസും ഡസ്റ്റ്, പൊടിപടലങ്ങളും കൂടി ചേർന്ന ഒരു വലയമാണ്. The seventh planet is Uranus. A thick layer of gas cover this planet. അപ്പം 7ാമത്തെ പ്ലാനറ്റ് നമ്മുടെ യുറാനസ് ആണ്. യുറാനസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഗ്യാസ് കവർ, ഒരു ലെയറായിട്ട് ഒരു ഗ്യാസ് അതിനെ കവർ ചെയ്യുന്നുണ്ട്. 8th planet in Neptune. As this planet is farthest from the sun, cold wind blow here at very high speed. അപ്പം സൂര്യനിൽ നിന്ന് ഏറ്റവും അകന്ന് നിൽക്കുന്ന ഒരു പ്ലാനറ്റാണ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂൺ എങ്ങനെ? ഏറ്റവും അകലെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? കോൾഡ് വിൻഡ് ബ്ലോ, ഏത് സമയത്തും അവിടെ തണുത്ത കാറ്റായിരിക്കും. ഇൻ വെരി ഹൈ സ്പീഡ്, അതും വളരെ സ്പീഡിൽ. നൗ ലെറ്റ് us talk about asteroids. Apart from the stars, planet and satellites, there are numerous tiny bodies which also move around the sun. These bodies are called asteroids. ഇപ്പോൾ സൂര്യന് ചുറ്റും ഒരുപാട് പ്ലാനറ്റുകളും സാറ്റലൈറ്റും സ്റ്റാറും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ മൂവ് ചെയ്യുന്ന ഒരു ടൈനി ബോഡീസിൻ്റെ പേരാണ് ആസ്ട്രോയിഡ്. ദേ ആർ ഫൗണ്ട് ബിറ്റ്വീൻ ദ ഓർബിറ്റ്സ് ഓഫ് മാർസ് ആൻഡ് ജൂപ്പിറ്റർ. അപ്പോൾ ഇത് കാണുന്നത് മാർസിൻ്റെയും ജൂപ്പിറ്ററിൻ്റെയും ഇടയിലാണ്. ഇതെന്താണെന്ന് പറഞ്ഞുതരാം. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് പ്ലാനറ്റ് വിച്ച് എക്സ്പ്ലോഡഡ് മെനി ഇയേഴ്സ് ബാക്ക്. ഇപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന പ്ലാനറ്റ് പൊട്ടിത്തെറിച്ചിട്ട് അതിൻ്റെ അവശിഷ്ടമാണ് എന്തായിട്ട് വരുന്നത്? ആസ്ട്രോയിഡായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുക? മാർസിൻ്റെയും ജൂപ്പിറ്ററിൻ്റെയും ഇടയ്ക്ക്. അപ്പോൾ ഇതൊരു ബെൽറ്റ് പോലെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാം? ആസ്ട്രോയിഡ് ബെൽറ്റ്. വൺസ് അഗെയിൻ, എ ടൈനി ബോഡീസ് വിച്ച് ആൾസോ മൂവ് അറൗണ്ട് ദ സൺ. ദിസ് ബോഡീസ് ആർ കാൾഡ് ആസ്ട്രോയിഡ്. ഇതെവിടെയാണ് ഉണ്ടാവുക? ഇറ്റ് ഫൗണ്ട് ബിറ്റ്വീൻ ദ ഓർബിറ്റ് ഓഫ് മാർസ് ആൻഡ് ജൂപ്പിറ്റർ. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ആസ്ട്രോയിഡ് ബെൽറ്റ്. ദ ആസ്ട്രോയിഡ് ആർ ദ പാർട്ട് ഓഫ് പ്ലാനറ്റ് വിച്ച് എക്സ്പ്ലോഡഡ് മെനി ഇയേഴ്സ് ബാക്ക്. ഓക്കെ. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് മെട്രോഡോയ്സ്. മെട്രോഡോയ്സ് മീൻസ് ഉൽക്കകൾ. ദ സ്മാൾ പീസസ് ഓഫ് റോക്സ് വിച്ച് മൂവ് അറൗണ്ട് ദ സൺ ആർ കാൾഡ് മെട്രോഡോയ്സ്. ഇപ്പോൾ സൂര്യനെ ചുറ്റുന്ന ചെറിയ പാറ കഷ്ണങ്ങൾക്ക് പറയുന്ന പേരാണിത്
meteoroids. Sometimes these meteoroids come near the earth and tend to drop upon it. During this process, due to friction with the air, they get heated and burn. അപ്പോൾ ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള മെറ്റഡോയ്സ് ഭൂമിയിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ഭൂമിയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ദ പ്രോസസ് ഡ്യൂ ടു ഫ്രിക്ഷൻ വിത്ത് ദ എയർ, അത് എയറുമായിട്ട് കൂട്ടിമുട്ടി അല്ലെങ്കിൽ ഒരസുമ്പോൾ എന്തിന് കാരണമാവും? ഗെറ്റ് ഹീറ്റഡ് ആൻഡ് ബേൺ, അത് കത്താൻ കാരണമാവും. ഇറ്റ് കോസസ് എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്, അത് ചെറിയ ഒരു ഫ്ലാഷ് ലൈറ്റിന് കാരണമാവും. നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കൊള്ളിമീൻ പോലെ അല്ലെങ്കിൽ പാമ്പ് മാണിക്യം കൊണ്ടുപോകുന്ന പോലെയൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഈ മെറ്റഡോയ്സ് എയറുമായിട്ട് എയറിൽ വന്ന് കത്തുമ്പോഴാണ് നമുക്കങ്ങനെ തോന്നുന്നത്. സംടൈംസ് എ മെട്രോ വിത്തൗട്ട് ബീയിങ് കംപ്ലീറ്റ്ലി ബേൺഡ് ഫാൾ ഓൺ ദ എർത്ത് ആൻഡ് ക്രിയേറ്റ് എ ഹോളോ. ഇനി ചില സമയങ്ങളിൽ ഇത് പൂർണ്ണമായിട്ടും കത്തി നശിക്കില്ല. അപ്പോൾ അത് ഭൂമിയിലേക്ക് വന്ന് പതിയുമ്പോൾ വലിയ ഗർത്തങ്ങൾ ഉണ്ടാവാൻ കാരണമാകും. അപ്പോൾ മെറ്റഡോയ്സ് ഈസ് എ സ്മാൾ പീസസ് ഓഫ് റോക്സ് വിച്ച് മൂവ് അറൗണ്ട് ദ സൺ. സൂര്യനെ ചുറ്റുന്ന പാറ കഷ്ണങ്ങൾക്ക് പറയുന്ന പേരാണ് മെറ്റഡോയ്സ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് യൂണിവേഴ്സ്. എന്താണ് യൂണിവേഴ്സ്? നമ്മൾ കേട്ടിട്ടില്ലേ, പ്രപഞ്ചം. അപ്പോൾ പ്രപഞ്ചത്തിന് പറയുന്ന പേരാണ് യൂണിവേഴ്സ്. എ ഗാലക്സി ഈസ് എ ഹ്യൂജ് സിസ്റ്റം ഓഫ് ബില്യൺസ് ഓഫ് സ്റ്റാർസ് ആൻഡ് ക്ലൗഡ്സ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസസ്. നമ്മുടെ ഗാലക്സി എന്ന് പറയുന്നത് എന്താ? ഒരുപാട് സ്റ്റാറുകളും മേഘങ്ങളും പൊടികളും ഗ്യാസും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ഗാലക്സി. ദർ ആർ മില്യൺസ് ഓഫ് സച്ച് ഗാലക്സീസ് ദാറ്റ് ഈസ് മേക്ക് ദ യൂണിവേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള മില്യണോളം ഗാലക്സികൾ ചേരുന്നതാണ് എന്ത്? യൂണിവേഴ്സ്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുമോ? ഒന്നും കൂടി പറയാം. എ ഗാലക്സി ഈസ് ദ ഹ്യൂജ് സിസ്റ്റം ഓഫ് ബില്യൺസ് ഓഫ് സ്റ്റാർ. അപ്പോൾ ബില്യണോളം സ്റ്റാറുകളും ക്ലൗഡും ഗ്യാസും ഡസ്റ്റും ഒക്കെ കൂടി ചേർന്നതാണ് ഗാലക്സി. അങ്ങനെ ദർ ആർ മില്യൺസ് ഓഫ് സച്ച് ഗാലക്സീസ് ദാറ്റ് ഈസ് മേക്ക് ദ യൂണിവേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള മില്യൺസ് ഓഫ് ഗാലക്സി ചേർന്നതാണ് ഏത്? നമ്മുടെ യൂണിവേഴ്സ്. ഹൗ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഇമാജിൻ, അല്ലേ? നമുക്ക് അത് ഇമാജിൻ ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോഴും സയൻറ്റിസ്റ്റുകളൊക്കെ പ്രപഞ്ചത്തെ പറ്റി പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്.